ഷെറിന് എന്തെങ്കിലും ആവശ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ പോയിട്ടുണ്ടോ? ഇല്ലില്ല. അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് പലതവണ കണ്ടിട്ടുണ്ട്. ഒരു ചിത്രത്തിലെങ്കിലും നിങ്ങൾ ഫ്രെയിമിൽ ഉണ്ടായിരുന്നോ എന്തെങ്കിലും കാര്യത്തിന്? ഇല്ലില്ല. ഇല്ല, ഞാൻ വെറുതെ ചോദിക്കണോ, ഞാൻ പോലീസ് ഓഫീസർ എന്ന രീതിയിൽ ചോദിക്കണമെന്നല്ല. എന്നാൽ നമ്മൾ ഒരു വേള അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കുകയോ നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു വിവാദത്തിൽപ്പെടുകയോ ചെയ്താൽ ഞാനാണ്, ഷെറിനല്ല, ഞാനായിപ്പോ ഷെറിനെ ഞാൻ മാറ്റി, വാനിഷ്ഡ്. നിങ്ങൾ ഒരിക്കലും അറിയില്ലെന്ന് പറയും. എന്നെ ഒരിക്കലും അറിയില്ല. ശിവശങ്കരന് പോലും ആ നീതി കിട്ടിയിട്ടില്ല. എന്നെ ഒരിക്കലും അറിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്നെ ഒരിക്കലും അറിയില്ല. എൻ്റെ ഇന്ന് ഒരു പൂവല്ല, ഒരു പുൽനാമ്പ് പോലും വാങ്ങിയിട്ടില്ല എന്ന് പറയും. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് പിടികിട്ടിക്കാം? ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇന്നും ജയിലിൽ കിടക്കുന്ന സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇറങ്ങി ഉത്തരവാദിത്വം എത്രയോ നാള്. എന്ത് കരിയറുള്ളൊരു മനുഷ്യനായിരുന്നു, പറഞ്ഞോളൂ. അതെ. അല്ല, പിണറായി വിജയൻ എന്ന് പറയുന്നത് നുണ പറയുന്നതിന് യാതൊരു മടുപ്പുമില്ലാത്തൊരു മനുഷ്യനാണ്. ഉദാഹരണം, അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. എക്സാലോജിക് കമ്പനി എനിക്ക് പിൻവാതിലിലൂടെ പണം വാങ്ങാനുള്ള ഒരു സംവിധാനമായിരുന്നില്ല എൻ്റെ മകളുടെ കമ്പനി എന്നാണ് ആ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സേവനം കൊടുത്തതിന് പ്രതിഫലം വാങ്ങിയതിൽ എന്താണ് തെറ്റെന്നാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നിശ്ചയിച്ച MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഇതിൻ്റെ അകത്തൊരു നിയമമുണ്ട്. ഒരു സ്റ്റേറ്റിൻ്റെ ചീഫിന്, സ്റ്റേറ്റിന് ഉടമസ്ഥതയുള്ള ഒരു സ്ഥാപനങ്ങളിലും സ്റ്റേറ്റ് ചീഫിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും നിയമപരമായി പോലും ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. സ്റ്റേറ്റ് ചീഫിന് ഇവിടെ CMRL കമ്പനിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSIDCക്ക് 13.6% ഷെയർ ഉണ്ട്. CMRLൻ്റെ എല്ലാ ബോർഡ് മീറ്റിങ്ങിലും KSIDCയുടെ ഒരു IAS ഉദ്യോഗസ്ഥൻ പോയിരിക്കും. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന് CMRLിലുള്ള ഉടമസ്ഥാവകാശം 13.6%. അങ്ങനെയുള്ളപ്പോൾ ആ CMRL എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നിയമപരമായി ഒരു കരാറിൽ ഏർപ്പെടാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും. ഇനി അവിടെ നിന്നാണ് മാസം 8 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത്. മാസം 8 ലക്ഷം രൂപ, 10,000 രൂപക്കും 15,000 രൂപക്കും മാസശമ്പളത്തിന് ജോലിക്ക് പോകുന്ന മനുഷ്യരുള്ള നാടാണ് കേരളം. തീർച്ചയായിട്ടും. 8 ലക്ഷം രൂപ മാസം അവിടെ മുതൽ ആരംഭിക്കുന്നു അല്ലേ തെറ്റ്? അത് നമ്മൾ അമ്പലപ്പുഴയിൽ ഒന്ന് ചെല്ലണം. അമ്പലപ്പുഴയിൽ തോട്ടപ്പള്ളി മേഖലയിൽ നടക്കുന്ന കരിമണൽ ഖനനവും അവിടെ 1000-ലധികം ദിവസം കഴിഞ്ഞ മനുഷ്യരുടെ, മത്സ്യത്തൊഴിലാളികളുടെ പ്രക്ഷോഭമൊക്കെ നമ്മൾ പോയി ഒന്ന് കാണണം. കരുനാഗപ്പള്ളി പൊന്മന പഞ്ചായത്തിൽ 1500 മനുഷ്യർ ജീവിച്ച സ്ഥലത്ത് 3 പേരായി ഒരു കുടുംബമായി ഒരു ഗ്രാമം അവശേഷിച്ചൊക്കെ നമ്മൾ കാണണം. KMRLൻ്റെ പേരിലും IREയുടെ പേരിലുമൊക്കെ നടക്കുന്ന കരിമണൽ ഖനനം, അതൊക്കെ എങ്ങോട്ടാണ്? പൊതുമേഖലയുടെ ഉടമസ്ഥതയിൽ നടക്കുന്ന ഖനനത്തിൻ്റെ യഥാർത്ഥ ഉപഭോക്താവ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കണം. അതന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനുള്ള മാസപ്പടിയാണ് പിണറായിയുടെ മകൾ ഈ വാങ്ങിക്കൂട്ടുന്നതെന്ന്. എന്തിന് മലയാളത്തിലൊരു പ്രധാന പത്രം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണ വിജയൻ്റെയും അവരുടെ മുൻ ഭർത്താവിൻ്റെയും പേരിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്, അതിൽ വന്ന് ഹ്യൂജ് എമൗണ്ടുകളാണ് അതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ബാങ്കിൽ അക്കൗണ്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ മകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അവർ ചെയ്തത് വേറെ 2 ആളുകൾ വന്ന് പറഞ്ഞു, ഞങ്ങൾക്കാണ് എക്സാലോജിക് എന്ന പേരിൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്, ഞങ്ങൾക്കാണ്, അല്ലാതെ അത് വീണ വിജയൻ്റെ അല്ല എന്നാണ് പറഞ്ഞത്. എക്സാലോജിക് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നൊരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല എന്നൊരിക്കലെങ്കിലും? ഞങ്ങളായിരിക്കും അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് അതൊരു ജോയിന്റ് അക്കൗണ്ടാണ്. അല്ല, ഹസ്ബൻഡ് മുൻ ഡൈവേഴ്സായി. അതെ, ഡൈവേഴ്സ് ആയിരുന്നാലും ഇപ്പോഴും ഭാര്യയുടെ പേരിൽ അവിടെ അക്കൗണ്ട് ഉണ്ട് എന്ന്. ആ അക്കൗണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2019 അവസാനിച്ചു എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് അതിന് തെളിവൊന്നുമില്ല. പക്ഷെ ഒരു പ്രധാന മാധ്യമത്തിൽ ആ വാർത്ത വന്ന സമയത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി അംഗം എന്നുള്ള നിലയിലല്ല, ഒരു അക്കാഡമിക് ക്യൂരിയോസിറ്റിയോടെ, പബ്ലിക് എന്നുള്ള നിലയിൽ ഞാൻ എന്തായിരിക്കും ഇവരുടെ മറുപടി എന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ച ഒരാളാണ്. അവർ ഒരു വാക്കുപോലും ഞങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഇല്ല എന്നവർ പറഞ്ഞിട്ടില്ല. മറിച്ച് വേറെ 2 ആളുകൾ വന്നിട്ട് ഞങ്ങൾക്കാണ് അവിടെ അക്കൗണ്ട് ഉള്ളത്, അതിലിവരില്ല എന്നാണ് പറഞ്ഞത്. അല്ല ഷെറിന്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചപ്പോഴത്തേക്ക് ഷെറിനൊരു ആങ്സൈറ്റി ഉണ്ടായി, കണ്ടിട്ടുണ്ടോ, മുഖ്യമന്ത്രിയെ കണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ? അതേപോലെ
അത് ഞാൻ എന്നെ തന്നെ ആക്കി, ഞാൻ അദ്ദേഹത്തെ കണ്ടു, ഒരു പൂവ് കൊടുത്തു എന്നുള്ളത് ഞാൻ പറയുന്ന കാര്യം. ഇതുപോലെ ശിവശങ്കരൻ അദ്ദേഹത്തിന് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, സ്വപ്നയെ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു, അല്ലേ? അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു, മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സമ്മതിച്ചു. പക്ഷേ ഈ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയും തൻ്റെ മകളെയും അപകീർത്തിപ്പെടുത്താനായി ബോധപൂർവം ചെയ്തതാണെന്നൊക്കെ പറയുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന വെള്ളരിക്ക പട്ടണത്തിലാണ്. അവരങ്ങനെയാണ് ധരിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രശ്നം അതാണ്, ഒരു നാവും തലച്ചോറും പണയം വെച്ച ആളുകളെയാണ് അവർ കൂടെ കൊണ്ടു നടക്കുന്നത്. അത് ശരി, അത് അവരുടെ പാർട്ടിക്കകത്തുള്ളവരല്ലേ, അല്ലാതെ ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞേ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ഞാനൊരു ചെറിയ നിരീക്ഷകനാണ്, അദ്ദേഹം ഇന്നും പാർട്ടി സെക്രട്ടറിയുടെ ആ കുപ്പായം ഊരിയിട്ടില്ല. അല്ല, പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എത്രയോ ഉന്നതരായ ആളുകൾ ആ പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായം ഇട്ടിട്ടുണ്ട്. അല്ല എങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി സഖാവ് EMS ഈ ചെറുമാവിലായില് ഈ നള്ളക്കണ്ടി പൊക്കൻ എന്ന് പേരുള്ള ഒരു ചെത്തുതൊഴിലാളിയുടെ വീട്ടിൽ 3 കൊല്ലം താമസിച്ച് പാർട്ടി പ്രവർത്തനം കൊണ്ടു നടന്നിട്ടുണ്ട്. അവിടെ ആകെ ആ നള്ളക്കണ്ടി പൊക്കൻ്റെ വീടിൻ്റെ ഒരു വിസ്തീർണം 4.25 അടി നീളവും 6 അടി വീതിയുമായിരുന്നു എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കൊച്ചുകുടില്, അതിനകത്ത് 3 കൊല്ലം നിന്നും ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ പാർട്ടി അല്ലല്ലോ, ആ പാർട്ടിയല്ല. പിണറായി വിജയന്റെ പേരിനോട് ചേർത്ത് വായിക്കുന്ന പേരുകളും മെർക്കിസ്റ്റൻ സേവി, മനോ മാത്യു, സാന്റിയാഗോ മാർട്ടിൻ, ഫാരിസ് അബൂബക്കർ, 150 കോടിയുടെ പാർട്ടി ഓഫീസ്, 150 കോടിയുടെ പാർട്ടി ഓഫീസ്. അല്ല, അവ പിണറായി വിജയന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പാർട്ടി മാറുന്നുണ്ട്. ഇത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആവുമ്പോൾ മാത്രം വരുന്നതല്ല. കാരണം ഈ കണ്ണൂർ രാഷ്ട്രീയമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ഉള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്ന സമയത്ത് നിരവധി ആളുകൾ, ഞാൻ ആ കാര്യത്തിൽ KC ഉമേഷ് ബാബു അടക്കം, പിണറായി വിജയന്റെ അയൽവാസിയായ പണ്ഡ്യാല ഗോപാലന്റെ മകൻ പണ്ഡ്യാല ഷാജി അടക്കം നിരവധി ആളുകളെ നേരിൽ പോയി സംസാരിക്കുകയും അതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പണ്ഡ്യാല ഷാജിയുടെ വീട്ടിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ പണ്ഡ്യാല ഷാജി ആദ്യം തന്നെ കൈ ചൂണ്ടി കാണിച്ചത് പിണറായി വിജയന്റെ മതിലിന്റെ അകത്ത് നിന്ന് പണ്ഡ്യാല ഷാജിയുടെ വീട്ടിലേക്ക് വെച്ചിട്ടുള്ള CCTV ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ പിണറായി ഗ്രാമത്തിൽ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട് മനുഷ്യർ ഒരുപാട് കാലമായി, എല്ലാം ഉള്ളിലൊതുക്കി ഈ നാട്ടുകാർ മുഴുവൻ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ഇടവഴിയിൽ ബൈക്കുകൾ വന്നു തുടങ്ങി. ആ ഇടവഴിയുടെ തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ അരിവാൾ ചിട്ടിയ നക്ഷത്ര സ്മാരകമാണ്, അത് പണ്ഡ്യാല ഗോപാലന്റെ സ്മാരകമാണ്. അപ്പോൾ അവിടെ ബൈക്കുകൾ, അദ്ദേഹം എന്നോട് സംസാരം അല്പം നിർത്തി. ഞാൻ അദ്ദേഹത്തെ എൻ്റെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ മമ്പറത്ത് വന്നിരുന്നിട്ടാണ് പിന്നീട് സംസാരിക്കുന്നത്. പേടിയായി. ഇത് കേരളത്തിനകത്താണ്. അപ്പോൾ KC ഉമേഷ് ബാബു ഒക്കെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ തലശ്ശേരിയിൽ ഒരു യുവ നേതാവായി വരുന്ന ഘട്ടത്തിലാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതിയിൽ വ്യത്യാസം വരുന്നത്. എന്തു പറഞ്ഞാലും കേരളത്തിൻ്റെ പോലീസ് രേഖകളിൽ ഇന്നുമുള്ള കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിൽ 1-ാം പ്രതിയായിട്ട് ഈ മഹാന്റെ പേര് തന്നെയല്ലേ കിടക്കുന്നത്. കേസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം ഗവർണർ RN രവിക്ക് അതറിയാം, അല്ലേ? ഏതായാലും നമ്മൾ ഷാജിയേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ, ഷാജിയേട്ടൻ തന്നെയാണ് എന്നോട് ഈ വിഷയം പറഞ്ഞത്. താങ്കൾ ഷാജിയേട്ടനിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷാജിയേട്ടനാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഷാജിയേട്ടൻ എന്നോട് പറഞ്ഞു, അയ്യപ്പദാസ് ഈ വിഷയം ഒന്ന് സംസാരിക്കണം. ഏതാണ്? എനിക്കറിയില്ല. ഈ പിന്നെ ഈ പറയുന്ന എൻ്റെ ആദ്യം പറഞ്ഞ് ശിവശങ്കരനെ അറിയില്ല, സ്വപ്നയെ അറിയില്ല, എൻ്റെ മകളെയും എന്നെയും എൻ്റെ മകളുടെ കമ്പനിയെയും തേജോവധം ചെയ്യാനായി ആണ് ഈ CMRL ഈ കേസ് എക്സാലോജിക്കിനെതിരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമലർത്തി പറയുമ്പോൾ അത് നിങ്ങൾ സംസാരിക്കണമെന്ന് അദ്ദേഹമാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും പറയുന്ന ഇത്തരം നട്ടാക്കുരുക്കാത്ത കള്ളം പറയാൻ, നുണകൾ മാത്രം പറയാൻ അറിയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പോലും പറയാൻ. അപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ ഷെറിന് എന്നെക്കാളും വയസ്സെളുപ്പമായിരിക്കും, എന്നാലും നമ്മുടെ വായിച്ചറിവ് ചിലപ്പോൾ എന്നെക്കാളും നിങ്ങൾക്ക് വായിച്ചറിവ്. കമ്മ്യൂണിസം അടിസ്ഥാനപരമായി വലിയ കുഴപ്പം പിടിച്ച സാധനമാണ്. ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു സംവിധാനം ലോകത്ത് വേറെയില്ല. ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ അതിൽ ചേർത്ത് വെക്കാം. ഞാൻ പറയുന്നത്, ഈ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതി വിജയിക്കേണ്ടത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ വോട്ടെണ്ണുന്ന ദിവസം മാത്രമല്ല, അത് ഓരോ നിമിഷവും വിജയിക്കേണ്ട സംഗതിയാണ്. ഓരോ നിമിഷവും ഭരിക്കപ്പെടുന്നവൻ്റെ ആശങ്കകൾക്ക് ഭരിക്കുന്ന ആളുകളും മറുപടി പറയുമ്പോഴാണ് ഈ ജനാധിപത്യം വിജയിക്കുന്നത്. അല്ലാതെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരിക്കാതിരിക്കുക, അഥവാ ഇരുന്നാൽ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഉടനെ ചിരിച്ച് പരിഹസിച്ച്, അല്ലെങ്കിൽ അവരുടെ മാധ്യമ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു, ഇതെല്ലാം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തല. അപ്പൊ ഒരാളവിടെ മൻ കി ബാത്ത് നടത്തിക്കൊണ്ടിരിക്കുക. പിണറായി വിജയനും അടച്ചിട്ടൊരു ഗ്ലാസ് മുറിക്കകത്തിരുന്ന് മൻ കി ബാത്ത് നടത്തുന്നതാണ് ഇതുപോലെയുള്ള പ്രഹസന പത്രസമ്മേളനങ്ങൾ നടത്തുന്നതിനേക്കാൾ നല്ലത്.
ഏതായാലും ഞാൻ താങ്കൾ പറഞ്ഞ പോലെ കമ്മ്യൂണിസം നല്ലതെന്നല്ല പറഞ്ഞത്, എന്റെ നാവുപിഴയാണ്. എന്നെക്കാളും വായനയും വിവരവും ഉള്ള അല്ല, അത് നിന്നോട്ടെ, താങ്കൾക്ക് ഒരുപാട് അറിവുണ്ടാവും. അപ്പൊ ഡെമോക്രസി എന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത് 9 കൊല്ലം കൊണ്ട് ഇവിടെ നഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു ചെറിയ ഒരു മാർക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജനം നൽകുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം. 100%. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും, നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു 350 രൂപയുടെ കിറ്റിനും ഇലക്ഷൻ സമയത്തും മാത്രം കിട്ടുന്ന ഒരു സാമൂഹ്യ പെൻഷൻ്റെയും മാത്രം അവകാശിയല്ല, നയരൂപീകരണത്തിലും നിരന്തരം ഭരണത്തിൽ ഇടപെടാനുമുള്ള ഒരു അവകാശമാണ് 77 വർഷമായിട്ട് ഈ രാജ്യത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തകർക്കാൻ പിണറായി വിജയനെ അനുവദിക്കില്ല. പക്ഷെ ഒരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്, ആ പങ്കാളിത്ത പെൻഷൻ വരാൻ പോവുക കേട്ടോ. തദ്ദേശ ഇലക്ഷന് മുന്നേ അടുത്ത നിങ്ങളുടെ വോട്ട് കിട്ടാനായി പങ്കാളിത്ത പെൻഷന്റെ പേപ്പർ രാജാവ് ശരിയാക്കാൻ പോവുക. ഇനി നമുക്ക് കാത്തിരിക്കേണ്ട ഒന്നുകൂടെ ഉണ്ട്, ആശാവർക്കർമാരെ സമരം എങ്ങനെയായി തീരും എന്നുള്ളത്. അതിൽ കോൺഗ്രസ് അനുകൂലമായൊരു നിലപാട് എടുക്കുമെന്നും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിനൊരു ചുട്ട മറുപടി നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. നന്ദി.